9. പെരുന്നാൾ. പണ്ട് മുതലേ തന്നെ കണ്ണാടിപ്പുഴയിലെ പെരുന്നാൾ ആഘോഷം ഗംഭീരമായിരുന്നു, ഘോരവും. ഭക്ത്യാദരപൂർവം ദൂരെ നിന്നുപോലും വിശ്വാസം തലയിൽ ഏന്തിയ കച്ചവടക്കാർ എത്തിക്കൊണ്ടിരുന്നു. ചുമടെടുത്ത് വിശ്വാസികളും വന്നിരുന്നു. എന്തിനധികം, കൊടികയറ്റത്തിനു പോലും തകർപ്പൻ വെടിക്കെട്ടുണ്ടായിരുന്നു. പണ്ട് ഒരു പെരുന്നാൾ കുർബാന. തോമസ് അന്ന് തോറ്റു പഠിക്കുന്നു. ആബാലവൃദ്ധം പള്ളിയകത്ത് തിങ്ങിക്കൂടി. ദൈവത്തിന്റെ അപരാധം പുറത്തുകൊണ്ട് ധീരത ഘോഷിക്കുന്ന ഭയാതുര ജന്മങ്ങൾ. ചോദ്യങ്ങളിൽ ഉറക്കം തൂങ്ങുന്നവർ, ഉത്തരങ്ങളിൽ ഉണർന്ന് ഇരിക്കുന്നവർ. ഒന്നും അറിയാത്ത ബാല്യങ്ങൾ, മണ്ടത്തരത്തിന്റെ യൗവനങ്ങൾ, ആത്മപീഠകളുടെ പ്രായപൂർത്തികൾ, പശ്ചാത്താപത്തിന്റെ വാർദ്ധക്യങ്ങൾ, തീയും ഗന്ധകവും തിന്നുന്ന പ്രാചീന നക്ഷത്രങ്ങളുടെ പുത്തൻ ഉടമ്പടികൾ. തുള്ളി ആടുന്നവർ, പമ്പരം ചുറ്റുന്നവർ. വെടിയിറച്ചി തിന്നുകൊഴുത്ത ഒരു പൈലിച്ചേട്ടൻ ചിന്തിക്കുന്നു, ദൈവമേ, ഈ കുർബാന വളരെ നല്ലതാ. കുറെ പ്രാവശ്യം മുട്ടുകുത്തുകയും എണീക്കയും ഇരിക്കയും കൈകൂപ്പുകയും ഒക്കെ ആവർത്തിച്ചു ചെയ്യുമ്പോൾ നല്ല വ്യായാമമൊക്കെ കിട്ടും. കുട്ടികൾ പിന്നെ NCCയിൽ ചേരേണ്ടി വരില്ല. സൽചിന്തകളെ മുറിവേൽപ്പിച്ചുകൊണ്ട് മുന്നിലിരുന്ന ഒരു കാരണവർ ഭക്തിയിൽ ഉച്ചത്തിൽ ഏമ്പക്കം വിട്ടു. പൈലിച്ചേട്ടന്റെ ചിന്തകൾ തുടർന്നു. ഈ മുടിഞ്ഞവന്മാർക്കൊക്കെ ഇത് വെടിക്കെട്ടിന്റെ നേരത്തായിക്കൂടെ? ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്തിനാ? മൂത്ത പോത്തിറച്ചി ദഹിപ്പിക്കാനാകാതെ ആമാശയത്തിന്റെ വ്യഥകൾ ആവിഷ്കാരം കാണുകയാവാം. പ്രകൃതി ചികിത്സ അറിയാത്ത വിഡ്ഢികൾ. അരികിലിരുന്ന ഒരു പൂവാലൻ ഇടതുവശത്തെ പെൺനിരയിലേക്ക് നോക്കി അളിഞ്ഞ ഒരു ചിരി ചിരിച്ചു. അത് പൈലിച്ചേട്ടന് ഒട്ടും ഇഷ്ടമായില്ല. ഇവന്റെയൊക്കെ ഭാവം ഈ ചിരി ഇറക്കുമതിയാണ് എന്ന. ഈ ഞാൻ തന്നെ എത്രമാത്രം ചിരികളാ എറിഞ്ഞു വിട്ടത്. അവസാനം എന്നാ പറ്റി? താണ്ടമ്മയെ തന്നെ കെട്ടേണ്ടി വന്നു. തല നിറച്ചു പേനും പേറി അവൾ നിരന്തരം മാന്തിക്കൊണ്ടേയിരിക്കുന്നു. തല്ലാൻ പേനരിക്കുന്ന ഭാര്യയെങ്കിലും ഇല്ലാത്ത ജീവിതം സ്വർഗത്തിലും വിരസമാകില്ലേ ദൈവമേ? സ്വർഗത്തിന്റെ കഴുക്കോലെണ്ണുന്ന പൈലിച്ചേട്ടന്റെ ചിന്തകളോടൊപ്പം കുർബാന കഴിഞ്ഞു. വലിയ പ്രദക്ഷിണം തുടങ്ങി. മഴ പെയ്യുമോ എന്ന പേടിയിൽ വിശ്വാസശാസ്ത്രം തണുത്തു ചൂളുമ്പോൾ അന്തോണി തോമസിനോട് ചോദിച്ചു, എടാ, ആനയുടെ സാരി കണ്ടോ? ചില്ലുമാതിരി. സുവോളജി ലാബിൽ തുണി ഉടുക്കാത്ത കൊച്ച് വെൺഭരണിയിൽ ഇരിക്കും പോലെ. തോമസും അത് കണ്ണെടുക്കാതെ കാണുകയായിരുന്നു. എല്ലാ മാന്യതയും സ്പിരിറ്റിൽ സൂക്ഷിച്ച് അവൻ പറഞ്ഞു, ദേ, ആനിയെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എനിക്ക് അവളോട് പ്രേമമാ. ശരിയായിരുന്നു. അക്കാലത്ത് കാണാൻ കൊള്ളാവുന്ന എല്ലാ പെണ്ണുങ്ങളോടും അവന് പ്രേമമായിരുന്നു. എന്നാൽ അവർ ആരും അതറിഞ്ഞില്ല. ഭാഗ്യം. ഓരോരുത്തനും അവന്റെ വീതം ഭാഗ്യമുണ്ട്. അന്തോണി ചോദിച്ചു, അതെന്താടാ സാധനം? ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്ത വല്ല എക്സിബിഷനുമാണോ? നിനക്കൊന്നും മനസ്സിലാകില്ലടാ. എന്റെ ഹൃദയത്തിന്റെ രോമാഞ്ചമാണ് അവൾ. ഓ, നിനക്ക് ഹൃദയത്തിലും രോമമുണ്ടല്ലോ. സൗന്ദര്യബോധം നിറഞ്ഞ ചെണ്ടക്കാരോടൊപ്പം പ്രദക്ഷിണം പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. എടി, അവന്റെ ഒരു നോട്ടം കണ്ടോ? ഊറ്റി കുടിക്കണ പോലെയാ, ഓന്ത്. അതിന് നീ അങ്ങോട്ട് നോക്കണ്ട. ഒന്ന് പോടി. എന്റെ ഗോപിച്ചേട്ടൻ ഇതുപോലൊന്നുമല്ല. നോട്ടം കാണണം. എന്ത് സ്നേഹ. ജാതി വേറെയാണെങ്കിലും ആള് നല്ല ആദർശമുള്ളവനാ. അപ്പൊ അപ്പൻ സമ്മതിക്കോടി? അപ്പന്മാരൊക്കെ പിന്തിരിപ്പാടി. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യേയുള്ളൂ. അപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് തരണോട്ടോടി.
എന്തിനാ? ഞങ്ങളുടെ കാറിന്റെ പുറകിൽ വെക്കാൻ. സർവമത സമ്മേളനത്തിന്റെ ഇടയ്ക്ക് നീതിസാരം രക്തസാക്ഷിയാകുന്നു. ചെണ്ടക്കാലം നിന്നുപോകുന്നു. ഓ, പ്രദക്ഷിണം കഴിഞ്ഞതായിരുന്നു. അച്ഛൻ പ്രസംഗം തുടങ്ങുന്നു. കൊടിയേറ്റം ഒരു വിശുദ്ധ കർമ്മം ആണ്. നമ്മുടെ ദൈവശാസ്ത്രമാണ് ഉയരുന്നത്. കൊടികയറ്റം കഴിയും വരെ ആരും പീപ്പി വിളിക്കുകയോ വളിവിടുകയോ വെടിപൊട്ടിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്. കൊടികയറ്റം കഴിഞ്ഞ് എന്തു കോപ്പ് വേണേലും ആയിക്കോ. കയ്യിലുള്ള കോപ്പൊക്കെ ഒരുക്കി പണ്ട് ഒരു അപ്പനും മകനും കാട്ടിൽ പതിയിരുന്നു. അപ്പൻ ക്രിസ്ത്യാനി, മകൻ കമ്മ്യൂണിസ്റ്റ്. മകൻ ക്രിസ്ത്യാനി, അപ്പൻ കമ്മ്യൂണിസ്റ്റ്. ലോകത്തെ രണ്ടായി പകുക്കുന്ന പിരിയൻ കോവണി പോലെ അവർക്കുള്ളിൽ ആത്മബോധം നിലയിറങ്ങി നിന്നു. പ്ലീനത്തിന്റെ ചുവന്ന കൊടിക്ക് അപ്പുറം സിനഡിന്റെ പുഹ പൊങ്ങുന്നു. വഴിപോക്കന്റെ കഴുത്തിൽ ഇരുമ്പ് അരിവാൾ കൊണ്ട് കൊത്തിവലിച്ച് കണ്ണെറിഞ്ഞ് പരിശോധന കഴിഞ്ഞ് മകൻ പറഞ്ഞു, അപ്പാ, 8 കാശും 1 റാത്തൽ പശുവിറച്ചിയും. അപ്പൻ പറഞ്ഞു, മോനെ, ഇറച്ചികളാ, ഇന്ന് വെള്ളി, ഇറച്ചി തീറ്റ പാപം. ആചാരങ്ങളുടെ താളമാണ് പുണ്യം. വിഡ്ഢികളുടെ വിശ്വാസക്കെണിയാണ് പുണ്യം. പുണ്യം പോലെ കൊടികയറ്റം പാറുന്നു. പഴയ ഒരു പ്രേമനൈരാശ്യഗാന പശ്ചാത്തലത്തിൽ പതുക്കെ പതുക്കെ ബാൻഡിൽ മേളം മുറുക്കം കൊള്ളുന്നു. ആനന്ദവേളയിൽ സുന്ദരി ഒരുങ്ങി വരൂ എന്ന് ഔസേപ്പ് പിതാവ് പാടുന്നതായി ബാൻഡുകാർ സംഗീതത്തിൽ അഭിനയിക്കുന്നു. വ്യാകുലമാതാവ് വരുന്നില്ല എങ്കിലും പോർച്ചുഗീസുകാരുടെ വരവ് പോലെ കത്തോലിക്കാ വിശ്വാസം പുളകം ചൂടുന്നു. വെടിയിറച്ചിയിൽ അധിനിവേശം നുണഞ്ഞ് പൈലിച്ചേട്ടൻ താളത്തിൽ ഓർത്തു, ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തിപ്പുണ്ണാക്കി. മുദ്രാവാചകങ്ങളുടെ താറുടുത്ത് വൈദികരും സന്യാസിനികളും തെരുവിൽ ഇറങ്ങിപ്പുളഞ്ഞ കാലങ്ങളുടെ പ്രേക്ഷിത രോഗം സ്വാതന്ത്ര്യപ്രാപ്തിയിൽ രഹസ്യവാറ്റുകേന്ദ്രം തുറക്കുന്നു. ശോകസങ്കുലമായ അന്തരീക്ഷത്തിൽ ചെണ്ടമേളം എന്തോ കലമ്പി നിൽക്കുന്നു. ബാൻഡിൽ ജീവിത നൗക എന്ന പഞ്ചാക്ഷരി തുഴഞ്ഞു തുഴഞ്ഞു മുങ്ങിപ്പോകുന്നു. ഓ, കൊടിത്തകൃതി കഴിയുന്നു. ഗാന്ധി ശിഷ്യന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ത്രിവർണ സാരി അലക്കു കമ്പനിയുടെ പരസ്യത്തിൽ പുണ്യം പോലെ നിറം ചൂടുന്നു. വെടിക്കെട്ടു തുടങ്ങുന്നു. പടക്കവും കതിനയും ഒന്നിച്ച് അമർന്നു. തോമസ് ചോദിച്ചു, അന്തോണി, ഇത് എന്തുമാതിരി കതിന? അടിപൊളിഞ്ഞ് സെമിത്തേരിക്കാർ ഓടുമല്ലോ. അന്തോണി പറഞ്ഞു, ഓ, ഇതെന്ത് കതിന? പണ്ടത്തെ കതിനയാണ് കതിന. പെട്ടെന്ന് ഉച്ചഭാഷിണി ഭക്ഷണം കഴിഞ്ഞ് മുറുക്കിത്തുപ്പി വർണ്ണാഭമായി. തിരുനാൾ മഹാമഹം, ശ്രദ്ധിക്കുവിൻ. 8 മണിക്ക് ശേഷം പള്ളിയങ്കണത്തിൽ കെട്ടി ഉയർത്തി ഒരുക്കിയ വേദിയിൽ പിഞ്ചോമനകൾ അഭിനയിക്കുന്ന സാമൂഹിക നൃത്തസംഗീത നാടകവും കാറൽമാൻ ചരിതം ബാലയും. ഇതൊക്കെ വളരെ പഴയ കാലങ്ങൾ, പഴയ കാലങ്ങളുടെ ഭംഗികൾ, അത്തള പിത്തള തവളാച്ചികൾ. തീരങ്ങളുടെ രോമകൂപങ്ങളിൽ പുല്ലുകൾ മണ്ണൊലിപ്പ് തടയുന്ന സാമൂഹ്യപാഠ ഗണിതങ്ങൾ. പണ്ടൊക്കെ സാമൂഹ്യപാഠം തന്നെ ഭൂമിശാസ്ത്രം. മണിമരുതും പൊന്നിലഞ്ഞിയും തളിർക്കുന്നു. വനം സംഘഗാനം ആലപിക്കുന്നു. ദൈവശാസ്ത്രം പെരുന്നാൾ ആഘോഷിക്കുന്നു. മനുഷ്യൻ പാടുപെടുന്നു. ദൈവത്തിന് രുചി അറിയില്ല. ചരിത്ര പുസ്തകങ്ങളിൽ കണ്ണാടിപ്പുഴയുടെ തീരങ്ങൾ ദൈവബോധ പെരുന്നാളുകളാൽ അങ്കിതമായിരുന്നു. അനേകം പെരുന്നാളുകൾക്കു ശേഷവും എൻ്റെ നെഞ്ചിൽ തീ ഉണ്ട്. മലമുഴക്കി പക്ഷി ഉണ്ട്. മഴ ഉണ്ട്. കഞ്ചാവ് തോട്ടങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ
ലഹരി കൊള്ളുന്ന ബുദ്ധിയുണ്ട്. അതു പാപമാണ് എന്ന് സർക്കാർ. എൻ്റെ നെഞ്ചിൽ ഒരു സർക്കാർ ഉണ്ട്. അതിന് ആവശ്യത്തിന് നിയമങ്ങളുണ്ട്. ആഘോഷത്തിന് പെരുന്നാളും ഉണ്ട്. വെട്ടിത്തിന്നാൻ ജനാധിപത്യ പോർക്ക് ഉണ്ട്. സർക്കാരിന് പോർക്കിനോട് അലർജിയുണ്ട്.